Hello my dear students, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്കറിയാം റിസൾട്ട് വന്നു. ഇപ്പോൾ രണ്ട് രീതിയിലുള്ള കാറ്റഗറി സ്റ്റുഡൻസ് ഉണ്ട്. അതായത് ഒന്ന് നല്ലപോലെ എഴുതി സാർ, ഞാൻ എഴുതിയ മാർക്ക് തന്നെ കിട്ടി, ഞാൻ പാസ്സായി സാർ, അടുത്ത ലെവലിലേക്ക് പോകുന്നു. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ കാരണം നമ്മൾ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് എക്സാമിനേഷൻ എഴുതുകയും അതിപ്പോൾ നല്ലപോലെ എഴുതിയവരുണ്ട്, അല്ലെങ്കിൽ ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവരുണ്ട്. എങ്ങനെ നമുക്ക് ജൂണിലുള്ള അറ്റംപ്റ്റിൽ നല്ലപോലെ എഴുതി ഈ അറ്റംപ്റ്റ് നമുക്ക് പാസ്സാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. എക്സാമിന് ഇനി എത്ര നാളുണ്ട്? നമുക്കറിയാം ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ്? ദ ഫസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ജൂൺ 2nd വീക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ജൂൺ ഒരു 11th ആ ഒരു ഡേറ്റ് തൊട്ട് മുന്നോട്ട് വെക്കാം. ഓക്കെ, ഇപ്പോൾ ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ദിവസമുണ്ട്? നമുക്ക് 90 ദിവസമുണ്ട്. അപ്രോക്സിമേറ്റ്ലി നമുക്ക് മാർച്ച്, ഏപ്രിൽ, മെയ് ഉണ്ട്. അതായത് 90 ഡേയ്സ് നമ്മൾക്ക് എന്താണ് ഇനിയും ഉണ്ട്. അതായത് ഇനിയും ഉണ്ട് 90 ഡേയ്സ് എന്ന് പറയുന്നത്. അതായത് ഓരോ ദിവസവും എത്രയുണ്ട്? 24 മണിക്കൂറുണ്ട്. നമ്മുടെ ചാപ്റ്ററെ നമുക്ക് എത്ര, ഫോർ എക്സാമ്പിൾ ലോ കമ്പയർ ചെയ്യുമ്പോൾ ലോ 13 ചാപ്റ്ററേ ഉള്ളൂ. ഒരു ദിവസം ഒരു ചാപ്റ്റർ പഠിച്ചാൽ അങ്ങനെ 8 പേപ്പേഴ്സ് ഉണ്ട്, 8 ദിവസം കൊണ്ട് തീരും. അപ്പോൾ നല്ല ടൈമുണ്ട്. നമ്മൾ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഈസി ആയിട്ട് നമുക്ക് പാസ്സാക്കാൻ പറ്റും. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ട കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ഡേയ്സ് ഉണ്ട് ആ ഡേയ്സിനനുസരിച്ച് ഒരിക്കലും നമുക്ക് ഡെയിലി ടാർഗറ്റ് വെക്കണ്ട. കാരണം നമുക്ക് ഡെയിലി പല പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പല ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എപ്പോഴും നമ്മൾ വെക്കേണ്ടത് ഒരു നെക്സ്റ്റ് അപ്ഗ്രഡേഷൻ എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും ഒരു വീക്ക്ലി ടാർഗറ്റ് വെക്കുക. അപ്പോൾ ഈ ഒന്നാമത്തെ പോയിന്റ് അണ്ടറിൽ വരുന്നൊരു കോൺസെപ്റ്റാണ് നമ്മൾ വീക്ക്ലി ടാർഗറ്റ് വെക്കുക. കാരണം ഒരു വീക്കിൽ പല ദിവസവും പല മൂഡായതുകൊണ്ട് തന്നെ നല്ല മൂഡുള്ള സമയത്ത് കുറേ പഠിച്ച് നമ്മൾ ആ വീക്കിലി ടാർഗറ്റ് എന്താണ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്ര ചാപ്റ്റേഴ്സ് ഞാൻ വീക്കിൽ പഠിച്ചിരിക്കുക. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് സുഖമില്ലേ, കിടന്ന് ഉറങ്ങിക്കോ, പ്രശ്നമൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, നമ്മളുടെ സ്റ്റഡീസ് നമുക്ക് ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്ക് ഡെയിലി ഒരേ മൂഡിൽ പോകാൻ പറ്റിയ ഇറ്റ് ഈസ് ഗ്രേറ്റ്. പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു വീക്ക്ലി ടാർഗറ്റ് എങ്കിലും വെച്ചിട്ട് 24 hours എന്താണ് നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് ഡെയിലി ഒരു അപ്രോക്സിമേറ്റ് നിങ്ങൾക്കൊരു 10 hours ഒക്കെ പഠിക്കാൻ പറ്റിയാൽ അടിപൊളിയായിരിക്കും സാറേ. 10 മണിക്കൂറൊക്കെ എങ്ങനെ പഠിക്കും? അതാണ് നമ്മളുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ ടു അലോക്കേറ്റ് ദിസ് 10 hours. നമ്മൾ ഒരേ കാര്യം ചെയ്തു പോകുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ബോറടിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ എന്താണ് സാറേ ഈ മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മളൊരു മെറ്റീരിയൽ ഉണ്ട്, ആ മെറ്റീരിയൽ മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ നമുക്ക് നല്ലപോലെ ബോറടിക്കും. അത് നിങ്ങൾക്കാണെങ്കിലും ബോറടിക്കും, ഓബ്വിയസ്ലി എനിക്കാണെങ്കിലും ബോറടിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റീസ് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കിപ്പോൾ മെറ്റീരിയൽ നമ്മൾ വായിക്കുന്നു, സോ റീഡ് ദ മെറ്റീരിയൽ. കറക്റ്റ് ആണല്ലേ? നമ്മൾ മെറ്റീരിയൽ വായിക്കുന്നു, കാരണം മെറ്റീരിയൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. രണ്ടാമത്തെ നമുക്ക് വീഡിയോ ക്ലാസ്സസ് കാണാൻ പറ്റും. അത് ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് അല്ലാതെയുണ്ട്. ഇപ്പം നിങ്ങൾക്കിനി ലോയ്ക്ക് മാത്രം ഞാൻ റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ചെറിയൊരു പൈസയ്ക്ക് നമ്മൾ എന്താണ് എൻറ്റയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനോ അല്ലെങ്കിൽ മലയാളത്തിൽ പ്യുവറായിട്ട് നമ്മൾ എന്താണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വീഡിയോ നമ്മൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് അതിൻ്റെ കൂടെ എന്താണ് വീഡിയോ ക്ലാസ്സസ് നിങ്ങൾക്ക് MCQ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ വെബ്സൈറ്റിൽ എന്താണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിന് ഇവിടെ ലിങ്ക് ഉണ്ട്, bintomlearning.com എന്നൊരു വെബ്സൈറ്റിൽ ചാപ്റ്റർ വൈസ് എന്താണ് നമ്മൾ MCQ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്താണ് നിങ്ങൾക്ക് ഫ്രീ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കുക. നാലാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പാസ്റ്റ് ഇയേഴ്സിൻ്റെ എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഇനി ഷോർട്ട് നോട്ട് ആക്കാൻ പറ്റും. ഇനി ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് ആക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് പോയിന്റ് നമ്പർ F നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ട്സ് ആക്കാൻ പറ്റും. കറക്റ്റ് അല്ലേ? നിങ്ങളുടെ റൂമിലൊക്കെ ഒട്ടിച്ച് വെക്കാൻ പറ്റും. സൗകര്യമുള്ളവർ അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ എന്താണ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് സമയം എന്താണ് അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ കോൺസെൻട്രേഷൻ ചെയ്ത് നമുക്കൊരു ബോർ അടിക്കുന്ന രീതി നമുക്ക് ഒരിക്കലും ആകില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ മൂന്നാമത് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ക്രിയേറ്റ് ആൻ എൻവയറമെൻറ്റ് ടു സ്റ്റഡി. അതായത് നമ്മൾ ചുമ്മാ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ചെയ്താൽ പോരാ, നമ്മുടെ ആ ഒരു അന്തരീക്ഷം എന്താണ് നല്ല രീതിയിലാണെന്ന് ഉറപ്പുവരുത്തണം. നിങ്ങൾക്കൊരു ലൈബ്രറി സെലക്ട്, ഇതൊക്കെ ഒരു ഇങ്ങനെ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മുടെ മനസ്സാണ് നമ്മുടെ അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റെഡി ആണെങ്കിൽ റോട്ടിൽ കിടന്നാളെ നമ്മൾ പഠിക്കും. അതൊക്കെ ഏത് ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിലും നമ്മളത് പഠിക്കും. അപ്പോൾ അതുകൊണ്ട് വിഷയമല്ല, പക്ഷെ നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് എന്താണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു സംഭവമാണ്. ഇനി ഇത് 3 നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇനി നമ്മളൊരു സെൽഫ് അനാലിസിസ് നമ്മൾ ചെയ്യുകയാണ്. അനാലിസിസ് ചെയ്യുന്നത് നാലാമത്തെ പോയിന്റ്, നമ്മൾ എങ്ങനെയാണ് ഫെയിലായത്. അതായത് അനാലിസിസ് നമ്മൾ ആദ്യമേ ചെയ്യണം. പക്ഷെ ഞാൻ ഒരു പോസിറ്റീവ് ഒരു കാര്യം പറഞ്ഞതാണ്.
ഫെയിൽ ആകുമ്പോൾ പല റീസൺസും ഉണ്ട്. സബ്ജക്റ്റ് ബേസ്ഡ്, ഒരു സബ്ജക്റ്റ് കാരണം ഫെയിൽ ആയവരുണ്ട്, അഗ്രിഗേഷൻ പോയവരുണ്ട്. ഇപ്പം മെജോറിറ്റി എനിക്ക് തോന്നുന്നു, ഞാനൊരു ഇവാലുവേഷൻ വെച്ചിട്ട് പറയുമ്പോൾ അഗ്രിഗേഷനാണ് മെജോറിറ്റി സ്റ്റുഡൻസ് പോകുന്നത്. എല്ലാ സ്റ്റുഡൻസും കുറച്ച് പാസ്സായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫെയിൽ ആകുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് 400-ൽ 200 എന്നൊരു മാർക്ക് കിട്ടാത്തത് കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്ന ഒരു മെത്തഡുണ്ട്. നമ്മൾ പല സബ്ജക്റ്റിനെയും ബേസ് ആയിട്ട് വെക്കും. പല സബ്ജക്റ്റിനെയും നമുക്ക് എന്താണ് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 സബ്ജക്റ്റിനെ മാറ്റി വെക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലോ പേപ്പർ എങ്ങനെയാണ്, ഈസിയാണ്, കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ലോ പേപ്പർ നമ്മൾ ഒരു 60 മാർക്ക് വെച്ചു, ഇനി ഒരു പേപ്പർ കൊണ്ട് നമ്മൾ ഒരു 60 മാർക്ക് വിൽക്കുന്നു. അപ്പോൾ ഈ 2 നമുക്ക് ഡിഫിക്കൽട്ട് ആയി, ഓബിയസ്ലി 1-2 പേപ്പേഴ്സ് ഡിഫിക്കൽട്ട്, ഇപ്പോൾ ടാക്സേഷൻ നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കാം. ഇനി ഇത് ലോയിൽ എക്സാമിനുള്ള പിള്ളേരുണ്ട്, ക്യാറ്റ് എക്സാമിനേഷൻ എഴുതിയവർ, അപ്പോൾ അവർ അതിനനുസരിച്ച് മാർക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് എന്താണ് 2 പേപ്പറിൽ നമ്മൾ 40 മേടിക്കുന്നു. ഇങ്ങനെ നോക്കുക, നമുക്ക് ആവറേജ് എന്താണ് 200 കിട്ടും. അതിന് 40 കിട്ടുമോ, അത് 38 ആവൂലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 40 ബേസിനുള്ളത് 45 ആക്കണം. അതായത് എത്ര വെട്ടിക്കുറച്ചാലും 40 താഴെ പോകരുത്. അപ്പോൾ സാറേ നമുക്ക് ആ മാർക്കൊക്കെ പറയാൻ പറ്റും. ഉറപ്പായിട്ടും നമ്മൾ എഴുതിയ പേപ്പറിൽ നമുക്ക് എത്ര കിട്ടണോ നമ്മളല്ലേ തീരുമാനിക്കുന്നത്, കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ പേപ്പറിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിസൾട്ടിന് വേണ്ടി ഇത്രയും സസ്പെൻസ് ആയിരിക്കേണ്ട ആവശ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എഴുതിയതാണ്, നമുക്ക് കിട്ടും, ഉറപ്പാണ്, ശരിയാണ്, നോ ഡൗട്ട്. പിന്നെ മാർക്ക് മാത്രം എത്രയുണ്ടെന്ന് മാത്രം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ജൂൺ എക്സാമിനേഷൻ റിസൾട്ട് വരുമ്പോൾ അതായിരിക്കണം നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ്, നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് പേപ്പർ എന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ ഈസി പേപ്പർ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. എന്ന് വെച്ചാൽ ഈസി മാത്രം പഠിക്കണമെന്നല്ല, ആദ്യമേ നമ്മൾ ഈ 2 പേപ്പറിനും ബേസ് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇവിടെ ഇതിന് പഠിക്കാൻ പോവുകയുള്ളൂ. പിന്നെ സബ്ജക്റ്റ് വൈസ് നമുക്ക് ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. നമ്മളത് ലോ പേപ്പറിനൊക്കെ സ്ട്രാറ്റജിക്ക് നല്ലപോലെ റിവീൽ ചെയ്തിട്ട് ഒരുപാട് സ്റ്റുഡൻസിന് എന്താണ് അത് ഉപകാരമായിട്ടുണ്ട്. ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ട് അത് എല്ലാ പ്രാവശ്യം നമ്മൾ പറയുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ 5ാമത്തെ കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് ഇത് എക്സാമിനേഷൻ്റെ സമയത്ത് വരുന്നതാണ്, സ്ട്രാറ്റജി ബേസ് നമ്മൾ പഠിക്കുക. അതായത് നമ്മൾ പറയുമ്പോൾ വെയിറ്റേജ് എന്ന രീതിയിലൊരു കോൺസെപ്റ്റ് ഉണ്ട്, അത് വെച്ച് നമ്മൾ പഠിക്കുക. അതൊക്കെ വളരെ ഉപകാരപ്രദ ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോപ്പർ ഗ്രൂപ്പ്. അപ്പോൾ 6ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഇനിയും കൺഫ്യൂഷനുള്ള പിള്ളേരുണ്ടാവും, ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നതിൽ ഏത് എഴുതണം അവസാനം. എന്നാൽ പിന്നെ 1ാം ഗ്രൂപ്പ് എഴുതാം, 2ാം ഗ്രൂപ്പിൽ ജസ്റ്റ് ഒരു അറ്റംപ്റ്റ് ചെയ്യാം, കാര്യമില്ല. കാരണം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നമ്പർ ഓഫ് ഡേയ്സിൻ്റെ ഗ്യാപ്പ് ഇവിടെ കുറയുകയല്ലേ, കണ്ടിന്യൂസ് നമ്മൾ എക്സാമിനേഷൻ എഴുതേണ്ടി വരും. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, ആ ഗ്യാപ്പ് കൃത്യമായിട്ട് എൻഷുർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് 1, 2, 3, 4 എന്നാണ് രീതിയിലാണ് വരുന്നത്. പക്ഷെ എന്നാലും ആ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ രീതിയിൽ നമുക്കൊരു എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. 8 പേപ്പർ എഴുതണമല്ലോ. സോ ആ ഒരു രീതിയിൽ എന്താണ്, നിങ്ങൾ 2 ഗ്രൂപ്പും തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് തന്നെ എഴുതുക. ഞാൻ പറയുന്നത് ഏത് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനാണ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാകുന്നുണ്ട്. അപ്പം ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണം നമുക്ക് ചോദിക്കാൻ പറ്റും, ഗൈഡൻസോ കാര്യങ്ങളോ. അപ്പോൾ നമ്മുടെ ലോ സബ്ജക്റ്റ് അല്ലാതെ വേറെ ഏത് സബ്ജക്റ്റിനും ഗൈഡൻസോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫുള്ള് സപ്പോർട്ട് എന്താണ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ജൂൺ എക്സാമിനേഷൻ എന്താണ്, നമ്മൾ നല്ലപോലെ എഴുതുകയും ചെയ്യും, നമ്മൾ പാസ്സാവുകയും ചെയ്യും. ഓൾ ദ വെരി ബെസ്റ്റ്.